ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ പുക്കാട്ടുപടി ജംഗ്ഷനിനോട് വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂം ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് പുക്കാട്ടുപടി ജംഗ്ഷനിലേക്കും കിഴക്കമ്പലം മാർക്കറ്റിലേക്കും 2.5 കിലോമീറ്ററാണ് വരുന്നത്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, പഴങ്ങനാട് ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററുമാണുള്ളത്. ഈ കണ്ടംപററി സ്റ്റൈലിൽ പണിതിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. 5 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്ത ഒരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. ഇരുവശങ്ങളിലേക്കായി തുറക്കാവുന്ന വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിൻ്റെ പാർക്കിംഗ് സ്പേസ് ആണ്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൃത്യമായി വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 2-3 പേർക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിലുള്ള മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്തൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 2 പാളികളായി കൊടുത്തിരിക്കുന്ന മനോഹരമായൊരു മെയിൻ ഡോർ നമുക്കിവിടെ കാണാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ്. മനോഹരമായൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു കോർണർ സെറ്റ് ഇടാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയയിൽ കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. 8-10 പേർക്കൊക്കെ ഇരിക്കാവുന്നത്ര വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. ഇവിടെയും നമുക്ക് ചെറിയൊരു സീലിംഗ് വർക്ക് കാണാം. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി നല്ലൊരു വാഷ് കൗണ്ടറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് മിററും വിനയിൽ കൊണ്ടുള്ള ചെറിയൊരു വർക്കൊക്കെ നൽകി വളരെ മനോഹരമാക്കി തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 വാം കളറിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് കൊണ്ടുള്ള ഒരു കൗണ്ടർ ടോപ്പും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഡാർക്ക് ഗ്രേ കളറിലുള്ള ഒരു കിച്ചൺ കബോർഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഇവിടെ വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസും നമുക്ക് ലഭ്യമാണ്. വീടിൻ്റെ ചുറ്റുഭാഗം മുഴുവനായി തന്നെ ആവശ്യത്തിന് സ്പേസ് വിട്ടുകൊണ്ട് തന്നെയാണ് വീട് പണിതിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വളരെ മനോഹരമായൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. ഒരു പ്ലെയിൻ സീലിംഗ് വർക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കടന്നു ചെല്ലാം. GI ട്യൂബുകൾ കൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ കൊടുത്തിരിക്കുന്നത്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റ് ആണ് സ്റ്റെയർ വേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ വേ കയറി നേരെ ചെല്ലുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. അവിടെ നിന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. കവർ ചെയ്യാതെ ഒരു ഓപ്പൺ ടൈപ്പ് ആയിട്ടാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള കോണിപ്പടികളും ഇവിടെ നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി ഈ വീട്ടിലെ അവസാനത്തെയും 3ാമത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. ചെറിയൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിലും കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത്.
GI ട്യൂബ് കൊണ്ട് ഹാൻഡ് ഡ്രൈവ് നൽകി സേഫാക്കി തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ വിലയൊന്ന് നോക്കാം. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 53 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ മനോഹരമായ വില ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.